ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന മഴയായതുകൊണ്ട് ഒരു സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അത് നല്ല മഴയായതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയാം. അതിലുപരി ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പം ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുത്താലേ ബാക്കിയുള്ളവർ നമ്മളെ മുതലാക്കത്തുള്ളൂ. നമ്മൾ എന്തെങ്കിലും വിഷയം അവർക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ അവരിത് റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഇത് റിയാക്ഷൻ ചെയ്യത്തുള്ളൂ. അപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ജെ അഞ്ജലിയും പിന്നെ 2 പെൺപിള്ളേരും കൂടെ പുതിയൊരു പ്രാങ്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ, പ്രാങ്ക് വീഡിയോ അല്ല, പ്രാങ്ക് കോളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ സമയത്ത് ആർ ജെ അഞ്ജലിയുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച് ഒരുപാട് ചിരിച്ചിട്ടുള്ളതൊക്കെയാണ്. ആ മൊട്ടപ്പപ്സിൻ്റെ അതൊക്കെ പറയുന്ന ആ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടോ. പക്ഷേ എല്ലാ പ്രാങ്കുകളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പിന്നെ ഈ അടുത്തായിട്ട് അവർ കുറേ പാട്ടൊക്കെ ഇങ്ങനെ അലറിക്കിടന്ന് വരുമ്പോൾ പട്ടി കുറയ്ക്കുന്ന മാതിരി ഒരുമാതിരി പാട്ടൊക്കെ പാടിയിട്ട് അതിൻ്റെ അതൊക്കെ എന്ത് ചിരിയാണ് വരുന്നത്. എനിക്കൊരു ചിരിയും വരുന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എൻജോയ് ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്ക് അവരോട് അത്ര താല്പര്യമില്ല, അവരുടെ വീഡിയോസിനോടും എനിക്ക് താല്പര്യമില്ല. ഞാൻ സ്കിപ്പ് ചെയ്ത് വിടാറാണ് പതിവ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് എന്നല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമാരൊക്കെ എന്ത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഒരു ഇതും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ടിൽ ആഡ് ചെയ്തേക്കും കേട്ടോ. പ്രാങ്ക് കോളുകൾ വിളിക്കാൻ താല്പര്യമുള്ളവർ നമ്പർ കൊടുത്തിട്ട് നമ്മൾ ഓരോരുത്തരെ പറ്റിക്കണം, അങ്ങനെ രീതി ചെയ്യേണ്ടവർക്കും ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ ബിസിനസ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവരുടെ പുതിയ പ്രാങ്ക് കോള് ആൾക്കാർ റിയാക്ഷൻ ചെയ്യുന്നവർ പറയുന്ന തെറികളും വൃത്തികെട്ട വർത്താനങ്ങളും കേട്ട് കഴിഞ്ഞാൽ സഹിക്കത്തില്ല കേട്ടോ. പക്ഷെ അത്രയും ഇതായിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റേതായൊരു ഇതുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ നെഗറ്റീവായിട്ട് വീഡിയോസ് ചെയ്യാറില്ല. അപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഹന്തി ഇടുന്ന ഒരു സ്ത്രീനെ വിളിച്ചിട്ടാണ്, അവർ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആ സ്ത്രീനെ വിളിച്ചിട്ട് തീരെ ഇതില്ലാത്ത രീതിയിൽ വൾഗറായിട്ടുള്ള ഒരു ടോക്കായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും ഇതില്ലാത്ത രീതിയിൽ. കാരണം 25-ാം തീയതി സംതിങ് അവരുടെ കല്യാണമാണ്. അപ്പം മെഹന്തി ഇടാൻ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രാങ്ക് കോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ പ്രൊഫഷണലായിട്ട് അവർക്കൊരു ബിസിനസ് കിട്ടിയല്ലോ എന്ന മൈൻഡിലാണ് ആ പുള്ളിക്കാരത്തി സംസാരിക്കുന്നത്. കാര്യമായിട്ട് മെഹന്തിയുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ പറയാണ്. അപ്പോൾ കയ്യിലിടുമോ കാലിലിടുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ കയ്യിലും കാലിലും ഒന്നുമല്ല ഇവളുമാർക്ക് മെഹന്തി ഇടേണ്ടത്. അതാണ് നമുക്ക് കേൾക്കേണ്ട കാര്യം. കുണ്ടിയിലിട്ട് തരുമോ എന്നാണ് മെഹന്തി. ഇതാണ് ഇവർ ചോദിക്കുന്ന ഒരു കാര്യം. അത് എന്തുവാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനാണ്, സർപ്രൈസ് കൊടുക്കാനാണെന്ന് പറഞ്ഞാണ്. പക്ഷെ ആ സെക്കൻഡിൽ തന്നെ പുള്ളിക്കാരി ആ സംസാരിച്ചുകൊണ്ട് ആ മൈലാഞ്ചി ഇടുന്ന ആൾ ആ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്തു, കോള് കട്ട് ചെയ്തിട്ട് പോയി. ആ മെഹന്തി ഇടുന്ന സ്ത്രീ അത്യാവശ്യം ഒരു മാന്യതയുള്ള സ്ത്രീയാണെന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് അവർ തെറി പറയാതെ ആ സെക്കൻഡ് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. പിന്നെ വിളിച്ചിട്ട് ഫോൺ കട്ടാക്കി കളയുകയാണ്. ഈ വീഡിയോസ് ഞാൻ ഇപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇവളുമാരുടെ വിചാരം എന്താണ്, കുണ്ടി എന്നൊരു ടോപ്പിക് എടുത്തിട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഭയങ്കരമായിട്ട് ചിരിക്കും. കമൻറ്റ് ബോക്സൊക്കെ ഭയങ്കര സംസാരവും കാര്യങ്ങളും ആയിരിക്കും. ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസാരിക്കുക, ഭയങ്കര പ്രാങ്ക, ഞങ്ങൾ ഒരുപാട് ചിരിച്ചു, അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ആയിരിക്കും ഇവൾ പ്രതീക്ഷിച്ചത്. ഇവളമാർ പ്രതീക്ഷിച്ചത്. പക്ഷേ എല്ലാവരും നെഗറ്റീവ് കമൻസ് ആണ്. ഇത്രയും തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കരുത്. അതൊരു മാന്യമായ സ്ത്രീയാണ്, അവരൊരു പ്രൊഫഷണലാണ്. അവരെ വിളിച്ചിട്ട് മര്യാദയ്ക്കുള്ള വേറെ രീതിയിലുള്ള പ്രാങ്കുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഇതുപോലെയുള്ള ഇത്രയും നെഗറ്റീവ് എന്നാണോ? അപ്പോൾ ഇവളുമാരുടെ വിചാരം കുണ്ടി എന്നുള്ള വീട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് ആസ്വദിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷേ അത് എന്തൊക്കെ നെഗറ്റീവുകളാണോ വരുന്നതെന്നറിയാം. ഏതായാലും നമുക്ക് ഫസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാ? ഫ്രണ്ട് പേരെന്താ? നിഷാന, ബാലരാമപുരം. ഇത് 25th വെഡിങ് ആണോ? ഓ ഓക്കെ. എനിക്ക് ഞാനേ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല, സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ കുണ്ടിയിലിട്ട് തരുമോ? സംസാരിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഏതാണ്ട് തമാശയ്ക്കുള്ള കാര്യമായിട്ടൊക്കെ തോന്നി. ആ അഞ്ജലി അവിടെ നിന്ന് ചിരിക്കുന്ന ചിരി ഉണ്ടോ? അതാണ് എല്ലാവരും ഞാൻ ചിരിയെന്നാണ് പറയുന്നത്, ബാക്കിയുള്ളവരൊക്കെ ചിരിയെന്നല്ല പറയുന്നത്, വേറെ രീതിയിലുള്ള സംസാരവും കാര്യമാണ് പറയുന്നത്. അത് എന്ത് ആസ്വദിച്ച് അങ്ങ് ചിരിക്കുകയാണെന്ന് അറിയത്തില്ല. എന്ത് കാര്യം കണ്ടിട്ട് ഇതൊക്കെയാണോ പ്രാങ്കോളെന്ന് എനിക്കറിയാമെന്നല്ല. മാന്യതയുടെ രീതിയിൽ ചെയ്യാമെന്ന്. പക്ഷേ ഇതിന് വേറെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളുമായിട്ട് എന്തോരം നെഗറ്റീവ് കമൻസ് വരുന്നറിയാം. നമ്മൾ ഇപ്പം 2 പേരും എയറിലാണെന്നാണ് തോന്നുന്നത്. ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല. ഈ കാലത്തങ്ങ് താഴെ ഇറങ്ങുമെന്ന് തോന്നില്ല. അതുപോലെ
റിയാക്ഷൻ വീഡിയോ ആണ് ഇവർക്കെതിരെ വന്നിരിക്കുന്നത്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വൾഗർ വേർഡ്സ് യൂസ് ചെയ്ത് പറയുന്നില്ല എന്നുള്ളൂ. ബാക്കിയുള്ളവർ ചെയ്യുന്ന വീഡിയോസും കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെയൊക്കെ നമ്മൾ ഇത്രയ്ക്കും ഇതായി പോയല്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്കും മതപ്പതിച്ച് പോയെന്നാണ് ഞാൻ ചെയ്യുന്നത്. അഞ്ജലി എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ആർച്ചയല്ലേ, അപ്പം അതിൻ്റെതായ രീതിയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലേ എനിക്ക് ഇതിനോട് താല്പര്യമില്ല, എനിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതുപോലുള്ള വീഡിയോസിനെ ദൈവത്തെ ഓർത്താലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഇതുപോലുള്ള വൾഗർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഒരാൾ ഇവരുടെ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുടെ ആ മറുപടിയും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ. ഏതായാലും കേട്ടിരിക്കേണ്ട കാര്യം തന്നെ. ഇതുപോലെയൊക്കെയാണ് മറുപടി സത്യം പറഞ്ഞാൽ കൊടുക്കണം. തഞ്ചാനെ വിളിച്ചിട്ട് സഹോദരങ്ങളെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ എന്റെ ഭർത്താവിന്റെ കുണ്ടിക്ക് ഇട്ടേരാ, അല്ലെങ്കിൽ എനിക്ക് കുണ്ടിക്ക് ഇട്ടേരാ, കുണ്ടിയിൽ ഇട്ടേരാ ആരെങ്കിലും ഈ പരിസരത്തുണ്ടെങ്കിൽ ഒന്നൊന്ന് അറിയിക്കണേന്ന് പറ. അപ്പൊ എങ്ങനെ ഇരിക്കും? മനസ്സിലായോ? അല്ലെ നിങ്ങൾക്ക് നാണോ? ഇതിപ്പം കണ്ടിട്ട് ഇവർക്ക് ആർക്കും അഞ്ജലിയുടെ ചിരിയുണ്ടോ? ചിരിച്ച് എന്തോ ഒരു വലിയ കാര്യം, എന്തോ വലിയൊരു തമാശ ആരെടുത്തോ പറഞ്ഞ് അത് ഫലിപ്പിച്ചു എന്നുള്ള രീതിയിലെ ചിരിയാണ്. രണ്ടെണ്ണം കിണിച്ച് പറയുന്നത് കണ്ടോ? മനസ്സിലായോ? എന്തോ വലിയ കാര്യം ഞാൻ ചെയ്തു. ആ ഒരു സ്ത്രീയെ ഈ റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ എല്ലാ റിയാക്ഷൻ വീഡിയോസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല എവിടെ മറുപടി കൊടുക്കണോ അതിനനുസരിച്ചാണ് പുള്ളിക്കാരൻ മറുപടി കൊടുക്കുന്നത്. ഏതായാലും വേണ്ട മറുപടി തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെയൊക്കെ മൈലാഞ്ചി ഇടാം എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഏതായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.